ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കോശങ്ങളുടെ അനിയന്ത്രിതമായ അനാവശ്യമായ വളർച്ചയാണ്. അത് നമ്മുടെ ശരീരത്തിൽ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ശരീരത്തിൽ അത് നടക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിൽ ഓരോ സമയത്തും അത് ഒരളവിൽ കൂടുന്നതിന് മുന്നേ കണ്ടുപിടിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിനെ നമ്മൾ അപ്പോപ്ടോസിസ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ ക്യാൻസർ സെൽസ് ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് അത് ക്യാൻസറായിട്ട് ഒരു അവയവത്തിൽ അല്ലെങ്കിൽ ഒരു കോശത്തിൽ പുറത്തേക്ക് ഒരു മുഴയായിട്ട് അല്ലെങ്കിൽ ഒരു വ്രണമായിട്ട് ഒരു അവയവത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ അതൊരു ക്യാൻസറായി പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് ഒരുപാട് ഈ ഫാൾസ് നെറേറ്റീവ്സ് അല്ലെങ്കിൽ ഫാൾസ് അഡ്വൈസസ് ആൾക്കാർ എടുക്കുന്നത്. യോഗ എന്നും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വൈറ്റമിൻ സി, അങ്ങനെ പല വൈറ്റമിൻ, ഗ്ലൂട്ടത്തയോൺ എന്നൊക്കെയുള്ള പല സാധനങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിലോട്ട് പറയുന്നുണ്ട്. ഇത് കഴിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഒരു പരിധി വരെ ഇത് നിലനിർത്താൻ പറ്റും. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ആത്യന്തികമായി ക്യാൻസർ എന്ന് പറയുന്ന ഒരു ജനിതക രോഗമാണ്. നമ്മളുടെ ജീനിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അപ്പം നമ്മളുടെ ജീനിൽ ചേഞ്ചസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്തതുകൊണ്ട് നമ്മളുടെ ജീനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് ഒരു കലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു പ്രത്യേക നല്ല ചിട്ടയായിട്ടുള്ള ജീവിതം നയിക്കുന്നു, നമ്മൾ ശുദ്ധമായ ആഹാരം കഴിക്കുന്നു, നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്നു, വെള്ളം നല്ലതായി കുടിക്കുന്നു, നമ്മൾ സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കുന്നു. ഇതൊക്കെ ചെയ്താലും ക്യാൻസർ വരാം.